ഇനി റിപ്പോർട്ടിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ വാർത്തയിലേക്കാണ്. വാടക ഗർഭപാത്രങ്ങൾ വിൽപ്പനയ്ക്ക്. രാജ്യത്ത് തന്നെ നിയമവിധേയമല്ല എന്നിരിക്കെ സംസ്ഥാനത്ത് പണം വാങ്ങി വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഗർഭധാരണ ചികിത്സ സജീവമാണ്. സർക്കാരിന്റെ അനുമതിയില്ലാത്ത സ്ഥാപനങ്ങൾ വാടക ഗർഭധാരണ ചികിത്സ നടത്തുന്നതായും റിപ്പോർട്ടറിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി. ART ബാങ്കായി മാത്രം പ്രവർത്തിക്കാൻ അനുമതിയുള്ള സ്ഥാപനങ്ങളാണ് സറോഗസി ചെയ്യുന്നത്. ഇതുവഴി കോടികളാണ് സ്ഥാപനങ്ങൾ കൊയ്യുന്നതെന്നും യുവതി വെളിപ്പെടുത്തും. സംസ്ഥാനത്ത് 23 സ്ഥാപനങ്ങൾക്കാണ് വാടക ഗർഭപാത്ര ചികിത്സയ്ക്ക് ആരോഗ്യവകുപ്പ് അനുമതി കൊടുത്തിരിക്കുന്നത്. എന്നാൽ ആ പട്ടികയിലില്ലാത്ത മാമാമിയ എന്ന എറണാകുളത്തെ പ്രമുഖ സ്ഥാപനത്തെ വാടക ഗർഭധാരണം ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ സമീപിച്ചു. വാട്സാപ്പിൽ സംസാരിച്ചതിന്റെ സ്ക്രീൻ റെക്കോർഡാണിത്. 5 മുതൽ 7 വരെ ലക്ഷം രൂപ പ്രതിഫലം തരാമെന്ന് അവർ സമ്മതിക്കുകയും ചെയ്തു. ഒരു ട്വിൻസ് ആണെങ്കിൽ 7 lakhും സിംഗിൾ ചൈൽഡ് ആണെങ്കിൽ 6 lakhുമാണ് വരുന്നത്. ഡയറക്റ്റ് വന്ന് രജിസ്റ്റർ ചെയ്യണം. നമ്മുടെ ഓഫീസ് വരുന്നത് എറണാകുളത്തെ എടപ്പള്ളി ടോളിലാണ്. അപ്പോൾ എന്നാ വരുന്നതെന്നൊന്ന് നേരത്തെ മുൻകൂട്ടി പറയണം കേട്ടോ. മാമാമിയയിൽ നിന്ന് സറോഗസി ചെയ്യാൻ നിർബന്ധിച്ചതായി സ്ഥാപനത്തിന്റെ 2 മുൻ ജീവനക്കാരികൾ റിപ്പോർട്ടറിനോട് വെളിപ്പെടുത്തി. അനുമതിയില്ലാത്ത ഈ സ്ഥാപനത്തിൽ നിന്ന് നിരവധി പേർ ഇപ്പോഴും സറോഗസിക്ക് വിധേയരാകുന്നുണ്ടെന്നും ഇവർ പറയുന്നു. ഈ മാമാമിയ എന്ന് പറയുന്ന സ്ഥാപനം മാത്രമേ അറിയുള്ളൂ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തത്? അതെനിക്ക് ഈ സ്ഥാപനം മാത്രമേ അറിയുള്ളൂ. ഇങ്ങനെ ഞാൻ പെട്ടുപോയത് അവിടെയാണ്. ഇവർ സർട്ടിഫിക്കറ്റുകളൊക്കെ വ്യാജമായിട്ട് ഉണ്ടാക്കി തരാമെന്ന് പറയുന്നു. അങ്ങനെ എൻ്റെ ആധാർ, മാരേജ് സർട്ടിഫിക്കറ്റ് എല്ലാം ഇവർ വ്യാജമായിട്ട് ഉണ്ടാക്കി എന്നെ ഒരു ഹോസ്പിറ്റലിലേക്ക് അയച്ചു. എൻ്റെ എന്തോ ഭാഗ്യത്തിന് അവിടെ നിന്ന് ക്യാൻസലായിപ്പോയി. എൻ്റെ ശരിക്കുള്ള ഏജ് അവർ കണ്ടുപിടിച്ച്. ഈ കുട്ടി വില്ലിങ് അല്ല, ചെറിയ ഏജാണ്. അവർക്ക് ഡോക്ടേഴ്സിന് തിരിയല്ലോ ഒരു യൂട്രസ് കണ്ടാലുള്ള ഏജ് ഇല്ലയെന്ന് മനസ്സിലാക്കി അത് ക്യാൻസലായി പോയത്. പിന്നീട് ഇവർ നിരന്തരം ഇത് നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി ത്രെട്ടനിങ് ചെയ്യാൻ തുടങ്ങി നമ്മൾ. എൻ്റെ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ്, എൻ്റെ ചെക്ക് അടക്കം, ബ്ലാങ്ക് ചെക്കിൽ സൈൻ ചെയ്തടക്കം ഇത് അവർ പിന്നെ ഒരു മുദ്രപത്രത്തിൽ ഒപ്പിട്ട് വാങ്ങിച്ചു. അപ്പോൾ ഇതിലേക്ക് എന്തെല്ലാം എഴുതി ചേർക്കും നമുക്കൊരു പിടുത്തവും ഇല്ലല്ലോ. അതൊക്കെ അവർ പിടിച്ചു വെച്ചിട്ടുണ്ടായത്. മെഡിക്കൽ ബോർഡിന് പോയ കുറേ കുട്ടികൾ പറഞ്ഞു കേട്ടതാണ്. നമ്മളോട് ചോദിക്കും പേയ്മെൻറ്റ് മേടിച്ചിട്ടാണോ ചെയ്യണതെന്ന് ചോദിക്കുമ്പോൾ അല്ല, നമ്മൾ പേയ്മെൻറ്റ് മേടിച്ചിട്ടല്ല ചെയ്യുന്നത്. പിന്നെ ഫാമിലീനെ എങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ നമ്മളൊരു സ്റ്റോറി ഉണ്ടാക്കുകയാണ് ഓഫീസിൽ നിന്ന്. ആ സ്റ്റോറി വേണം നമ്മളവിടെ പറയാൻ. ഡ്രൈവറായിരുന്നെന്നോ, ഡ്രൈവറിൻ്റെ വൈഫാണെന്നോ, റിലേറ്റീവിൻ്റെ എന്തെങ്കിലും ഡ്രൈവർ, അങ്ങനെ ഒരു കണക്ഷൻസാണ് ഇവരുണ്ടാക്കുന്നത്. ആ സ്റ്റോറി നമ്മളവിടെ പറയണം. 2 സിസേറിയനുള്ളവർ സറോഗസി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും 2 സിസേറിയനായിരുന്നു പറയാൻ പാടില്ല. 2 സിസേറിയനാണെങ്കിൽ ചെയ്യാൻ പാടില്ല. പക്ഷേ 2 സിസേറിയനിൽ ഇത് സറോഗസി കഴിഞ്ഞു പോയ ആൾക്കാരുണ്ട്. ഇപ്പോഴും അവിടെ ചെയ്യുന്നവരുണ്ട്. എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്തിട്ട് പ്രഗ്നൻ്റായി നിൽക്കുന്നവരുണ്ട്. പക്ഷേ അവരവരുടെ അവസ്ഥയും കൊണ്ട് നിൽക്കുന്നു. റിപ്പോർട്ടർ ചാനലിൽ നിന്നാണെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഞങ്ങൾ സറോഗസി ചെയ്യുന്നില്ല എന്നായിരുന്നു മാമാമിയയുടെ വിശദീകരണം. നിങ്ങൾക്ക് സറോഗസി ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ടോ? ഞങ്ങളൊരു ART ബാങ്കാണ്. നമ്മൾ സറോഗസി ചെയ്യുന്നില്ലല്ലോ. ചെയ്യുന്നില്ല? ഇല്ല. പക്ഷെ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് പരാതി കിട്ടിയിരിക്കുന്നത്. ഓക്കെ. ആരോ ഹോസ്പിറ്റലാണോ? സറഗേറ്റ് അമ്മയാവാൻ സ്ത്രീകളെ ക്ഷണിക്കുന്ന തരത്തിലുള്ള പരസ്യങ്ങളും മറ്റും നിയമം വഴി കർശനമായി നിരോധിച്ചിട്ടുണ്ട്. എന്നാൽ സറഗേറ്റ് അമ്മമാരെ തേടി ഇൻസ്റ്റാഗ്രാമിൽ പരസ്യം ചെയ്യുന്നവരും ഉണ്ടെന്നാണ് റിപ്പോർട്ടർ അന്വേഷണത്തിൽ വ്യക്തമായത്. എന്നാൽ ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നും പരാതി തന്നാൽ നടപടിയെടുക്കാമെന്നുമാണ് സംസ്ഥാന നോഡൽ ഏജൻസിയുടെ വിശദീകരണം. റിപ്പോർട്ടർ സാനിയോ, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.